പ്രിയപ്പെട്ടവരെ, മിഥുനൻ വന്നാൽ ദുരിതം വന്നു, കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം തീർന്നു എന്നാണ് പഴമൊഴി. രാമനാമ ജപത്തിലൂടെ സമസ്ത ദുരിതങ്ങളിൽ നിന്നും വിമോചനം നേടാം എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയുടെ മനസ്സാണ് കർക്കിടക മാസത്തെ രാമായണ മാസമാക്കി തീർത്തത്. രാമായണ പാരായണം, രാമായണ ശ്രവണം മോക്ഷ കവാടമാകുന്നു. സഹോദര സ്നേഹത്തിൻ്റെ ആഴം, കുടുംബ ബന്ധങ്ങളിലെ തെളിമ, വിട്ടുവീഴ്ചയുടെ വിവിധ തലങ്ങൾ, ത്യാഗങ്ങൾ, വേദനകൾ, വിരഹം, ആത്മശുദ്ധി എന്നിങ്ങനെ ഒരു സാധാരണ മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ആത്മീയതയിലൂടെ വിളിച്ചോതുന്നു രാമായണം. ശ്രീ പള്ളിപ്പിരിയാരത്ത് പുതിയ ഭഗവതിക്കാവിൽ ആഗസ്റ്റ് 15 വെള്ളിയാഴ്ച രാവിലെ 5:30 മുതൽ വൈകുന്നേരം 5:30 വരെ സമ്പൂർണ്ണ രാമായണ പാരായണം സമർപ്പണം അഴീക്കോട് അക്ഷരി രാമായണ പാരായണ സമിതി. രാവിലെ 5 മണിക്ക് ഗണപതി ഹോമം. ചമ്മഞ്ചേരി സന്തോഷ് ഗുരുക്കൾ കാർമ്മികത്വം. വൈകുന്നേരം 5:30 ദീപാരാധനയോടെ രാമനാമ ജപം, തുടർന്ന് സന്ധ്യവേല. ഭക്തി നിറഞ്ഞൊഴുകുന്ന ഈ ആധ്യാത്മിക സദസ്സിൽ മുഴുവൻ സമയവും സന്നിഹിതരാകുന്നത് ഐശ്വര്യമാണ്. മഹിത മനോഹരമായ ഈ നിമിഷങ്ങൾക്ക് അനുഭവ സാക്ഷ്യമേകാൻ നിങ്ങളെല്ലാവരും പൊന്നിൻ കരയുള്ള പട്ടുടുത്ത് തന്നെ വരണം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടി കുഴച്ചു രണാങ്കണം. രക്തമൊഴുകിത്തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ. ധൂമില സംഗ്രാമരംഗങ്ങളിൽ വിഷധൂളികൾ വീശും ശരസഞ്ചയങ്ങളിൽ തെന്നൽ മരണം മണം പിടിക്കും പോലെ തെന്നി നടന്നു പടകുടീരങ്ങളിൽ. ആ യുദ്ധഭൂവിൽ നിലംപതിച്ചു രാമസായകമേറ്റു തളർന്ന ലങ്കേശ്വരൻ. കൃഷ്ണമണികൾ മറിയും മിഴികളിൽ ഉഷ്ണം പുകയും മനസ്സിൻ കയങ്ങളിൽ. മൃത്യു പതുക്കെ പതുക്കെ ജീവാണുക്കൾ കൊത്തിവിഴുങ്ങും ശിരോമണ്ഡലങ്ങളിൽ. രാമായണത്തിൽ ഇല്ലാത്തതായി ഈ ലോകത്ത് ഒന്നുമില്ല. രാമായണത്തിലുള്ളതേ ഈ ലോകത്തുള്ളൂ. എത്രയെത്ര കവിതകൾ, എത്രയെത്ര വ്യാഖ്യാനങ്ങൾ, എത്രയെത്ര പാരായണങ്ങൾ. രാമായണ പാരായണം, രാമായണ ശ്രവണം മോക്ഷ കവാടമാകുന്നു. ശ്രീ പള്ളിപ്പെരിയാരത്ത് പുതിയ ഭഗവതിക്കാവിന്റെ തിരുനടയിൽ ആഗസ്റ്റ് 15 വെള്ളിയാഴ്ച രാവിലെ തന്നെ എത്തിച്ചേരുമല്ലോ.